ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിലെ പ്രളയാനന്തര ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഏവർക്കും വീട്, കുടിവെള്ളം, വൈദ്യുതി, ശുചിത്വം എന്നിവ കൂടി ഉറപ്പാക്കുന്നതാണ് വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജനാധിപത്യത്തിൽ ഏവരെയും ഒരുപോലെ പരിഗണിക്കുക എന്നത് പ്രധാനമാണെന്നും ആരും നിയമത്തിന് അതീതരല്ലെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. കേരളത്തിൽ മന്ത്രിസഭ പുനഃസംഘടന. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പുതിയ മന്ത്രിമാർ. യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും നാളെ ക്രിസ്മസ്. ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം അല്പസമയത്തിനകം കൊച്ചിയിൽ. വാർത്തകൾ വിശദമായി. പ്രളയാനന്തരം തമിഴ്നാട്ടിലെ ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിലയിരുത്തി. ദുരിതബാധിത മേഖലയിൽ NDRFനെ വിന്യസിക്കുന്നതിനും സായുധ സേനയിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള സഹായം നൽകുന്നത് സംബന്ധിച്ചും ഉന്നതതല യോഗം ചർച്ച ചെയ്തു. നാശനഷ്ടങ്ങൾ വിലയിരുത്താനുള്ള കേന്ദ്ര മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനവും യോഗം വിലയിരുത്തി. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയുടെ സമാഹരിച്ച കൃതികളുടെ പ്രകാശനം അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനമായ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറും മറ്റ് പ്രമുഖരും പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന വതൻ കോ ജനോ പരിപാടിയുടെ ഭാഗമായി ജമ്മു കാശ്മീരിൽ നിന്നുള്ള 250ഓളം വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിച്ചു. ജമ്മു കാശ്മീരിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ദേശീയ പര്യടനത്തിനിടെയാണ് പ്രധാനമന്ത്രിയുമായി സംവദിച്ചത്. ഈ വിദ്യാർത്ഥികൾ ജയ്പൂർ, അജ്മീർ എന്നിവിടങ്ങളിലും ഇതിനകം സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ ഇൻഡോറിൽ നാളെ മില്ല് തൊഴിലാളികളെ വെർച്വലായി അഭിസംബോധന ചെയ്യും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി. ഹുക്കുംചന്ദ് മില്ലിലെ 5000ഓളം തൊഴിലാളികൾക്ക് കഴിഞ്ഞ 30 വർഷത്തോളമായി മുടങ്ങിക്കിടന്ന നഷ്ടപരിഹാര തുകയും നാളെ വിതരണം ചെയ്യും. വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് റോഡുകൾ, മേൽപ്പാലങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് വീട്, കുടിവെള്ളം, ശുചിത്വം, വൈദ്യുതി, ഗ്യാസ് സിലിണ്ടർ എന്നിവയുൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങളും കൂടി ഉൾപ്പെടുന്നതാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗർ ജില്ലയിലെ പൻസാർ ഗ്രാമത്തിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. നേരത്തെ ഗാന്ധിനഗറിലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയും പൻസാർ തടാകത്തിന്റെ ഉദ്ഘാടനവും ശ്രീ ഷാ നിർവഹിച്ചിരുന്നു. ജനാധിപത്യത്തിൽ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുക എന്നത് വളരെ പ്രധാനമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഇന്ന് ആരും നിയമത്തിന് അതീതരല്ലെന്നും അദ്ദേഹം പറഞ്ഞു. നോയിഡയിലെ ഗൌതം ബുദ്ധ സർവകലാശാലയിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2047ഓടെ ഭാരതത്തിന്റെ ഉത്തരവാദിത്തം യുവതലമുറയ്ക്കെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ യുവതലമുറ ഭാരതത്തെ ഏറ്റവും വലിയ വികസിത രാഷ്ട്രമാക്കുമെന്നുമുള്ള പ്രതീക്ഷയും ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കുവച്ചു. യുവതലമുറയുടെ സേവനത്തിലൂടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും ഗണ്യമായ സംഭാവന നൽകാനാകുമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസസിൽ പ്രവേശനം നേടിയവരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. ശക്തവും സമൃദ്ധവുമായ ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന യുവ പ്രൊഫഷണലുകളുമായുള്ള കൂടിക്കാഴ്ച സന്തോഷം നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ LDF യോഗത്തിൽ തീരുമാനം. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പുതിയ മന്ത്രിമാരായി ചുമതലയേൽക്കും. മുന്നണി കൺവീനർ EP ജയരാജനാണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 29 നടക്കും. ഇരുവരുടെയും വകുപ്പുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്നും LDF കൺവീനർ വ്യക്തമാക്കി. പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിൽ മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിക്കത്ത് കൈമാറി. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. കണ്ണൂർ ജില്ലയിൽ ചൊവ്വാഴ്ച രാവിലെ തളിപ്പറമ്പ് നഗരസഭയിലും ഉച്ചയ്ക്ക് ആന്തൂർ നഗരസഭയിലും യാത്ര എത്തിച്ചേരും. ഗ്രാമപ്രദേശങ്ങളിലെ യാത്ര ചൊവ്വാഴ്ച പായം, അയ്യൻകുന്ന് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. മറ്റ് ജില്ലകളിലും യാത്ര ചൊവ്വാഴ്ച പുനരാരംഭിക്കും. സൌജന്യ മെഡിക്കൽ ക്യാമ്പ്, ജൻ ഔഷധി മരുന്നുകളുടെ പരിചയപ്പെടുത്തൽ, വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷ സ്വീകരിക്കൽ എന്നിവ പര്യടന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ ആയൂരിൽ ജൻ ഔഷധി കേന്ദ്രം നടത്തിവരുന്ന അച്ഛൻകുഞ്ഞ് വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്കിടെ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. 100 ഇഞ്ചക്ഷൻ എടുക്കണം ഒരാൾക്ക്. 45,000 രൂപയാണ് ആ പേഷ്യന്റിന് വേണ്ടിയിരുന്നത്. ആ ഇഞ്ചക്ഷന് 420 രൂപ വേണം പുറത്തു കൊടുക്കണം. എനിക്കുള്ള മേടിച്ചാൽ 130 രൂപയേ ഉള്ളൂ.
ഇത് പരിശോധിച്ച ഡോക്ടർ തന്നെ ഈ പേഷ്യന്റിന്റെ അടുത്ത് പറഞ്ഞ് ഇന്ന ആളെ സമീപിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, ഇന്നടുത്തുണ്ട് സ്റ്റോക്ക് എന്ന് അവർ സൈറ്റിൽ ചെക്ക് ചെയ്തിട്ട് എൻ്റെ കടയിൽ പറഞ്ഞു വിട്ടു. പത്തനാപുരത്തു നിന്നാണ് ഈ പേഷ്യന്റ് വന്നത്. ഡൽഹിയിൽ നോയിഡ എന്ന സ്ഥലത്ത് ഞാൻ 100 എണ്ണം എടുത്ത് ഇയാൾ കൊണ്ടുകൊടുത്തു. ഏതാണ്ട് അയാൾക്ക് മൊത്തം 11,000 രൂപയാണ് ചിലവായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ജമ്മു കശ്മീരിലെ അഖ്നൂർ മേഖലയിൽ സുരക്ഷാ സേന നടത്തിയ സംയുക്ത തെരച്ചിലിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. പെട്ടിയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ആയുധങ്ങൾ. ഡ്രോൺ വഴി ഉപേക്ഷിച്ചതാകാം ഇവയെന്നാണ് സംശയിക്കുന്നത്. ബാറ്ററികൾ ഘടിപ്പിച്ച ഒരു IED, ഒരു പിസ്റ്റൾ, 2 പിസ്റ്റൾ മാഗസിനുകൾ, 38 വെടിയുണ്ടകൾ, 9 ഗ്രനേഡുകൾ എന്നിവ കണ്ടെടുത്തവയിൽ ഉൾപ്പെടുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഈ മാസം 21-ന് വീരമൃത്യു വരിച്ച 4 ജവാന്മാർക്ക് ആദരമർപ്പിച്ച് ഇന്ത്യൻ കരസേന. രജൌരി കരസേന മൈതാനത്ത് നടത്തിയ ചടങ്ങിൽ നോർത്തേൺ കമാൻഡ് കമാൻഡിംഗ് ജനറൽ ഓഫീസർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ജവാന്മാരുടെ കുടുംബങ്ങളും അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തു. യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി നാളെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. സംസ്ഥാനത്ത് ക്രിസ്തീയ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയും നടക്കും. ഏത് വിഷമകാലത്തിനുമപ്പുറം നന്മയുടെ നല്ല കാലമുണ്ടാകുമെന്ന സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമാണ് ക്രിസ്തുമസ് എന്ന് ആശംസാ സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭൂമിയിൽ സമാധാനമെന്ന സ്നേഹ സന്ദേശത്തിലൂടെ നമ്മുടെ മൂല്യബോധത്തെ സുദൃഢമാക്കുന്ന ദൈവമഹിമയുടെ ഉത്കൃഷ്ട സ്തുതിയാണ് ക്രിസ്തുമസെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ശബരിമലയിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയില്ലെന്നും നിയന്ത്രിക്കാനേ സാധിക്കൂവെന്നും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. അപകടങ്ങൾ ഒഴിവാക്കാനാണ് നിലവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ശബരിമലയിൽ അപ്പമരവണ പ്രസാദ വിതരണത്തിന് പ്രതിസന്ധിയില്ലെന്നും മണിക്കൂറുകൾ മാത്രമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സൌജന്യ വൈഫൈ ലഭ്യമാക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പദ്ധതിക്കും നാളെ തുടക്കമാകും. ശബരിമല തങ്ക അങ്കി രഥ ഘോഷയാത്ര പത്തനംതിട്ട കോന്നി ഇളകൊള്ളൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങി യാത്ര തുടരുന്നു. ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെട്ട് 2ാം ദിനമായ ഇന്ന് രാത്രി വിശ്രമിക്കുക കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ്. രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 5228 കോടി രൂപയുടെ സബ്സിഡി ആനുകൂല്യങ്ങളാണ് ഈ വർഷം നൽകിയതെന്ന് കേന്ദ്ര സർക്കാർ. 11.53 ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ് ഇതുവഴി പ്രയോജനം ലഭിച്ചത്. രാജ്യത്തുടനീളം 7432 പബ്ലിക് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കായി സർക്കാർ 800 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. 2024-25 ആദായ നികുതി റിട്ടേണിന്റെ 1-4 ഫോമുകൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് പുറത്തിറക്കി. 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെയുള്ള ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിന് ഫോമുകൾ ബാധകമാണ്. 50 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള വ്യക്തികളും സ്ഥാപനങ്ങളുമാണ് 1-4 ഫോമുകൾ ഫയൽ ചെയ്യുന്നത്. ഓസ്ട്രേലിയക്കെതിരായ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് വിജയം. 4ാം ദിവസമായ ഇന്ന് 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ച ഓസ്ട്രേലിയ 261 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. തുടർന്ന് 75 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കാണുകയായിരുന്നു. സ്നേഹ് റാണ ആണ് കളിയിലെ താരം. ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ വനിതകളുടെ ആദ്യ ടെസ്റ്റ് വിജയമാണിത്. ISL ഫുട്ബോളിൽ ബംഗളൂരു FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം ബംഗളൂരു ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം അല്പസമയത്തിനകം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിലെ പ്രളയാനന്തര ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഏവർക്കും വീട്, കുടിവെള്ളം, വൈദ്യുതി, ശുചിത്വം എന്നിവ കൂടി ഉറപ്പാക്കുന്നതാണ് വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജനാധിപത്യത്തിൽ ഏവരെയും ഒരുപോലെ പരിഗണിക്കുക എന്നത് പ്രധാനമാണെന്നും ആരും നിയമത്തിന് അതീതരല്ലെന്നും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. കേരളത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പുതിയ മന്ത്രിമാർ. യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെങ്ങും നാളെ ക്രിസ്തുമസ്. ആശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരം അല്പസമയത്തിനകം കൊച്ചിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.